പ്രവാസി ഭാരതി 1539 AM. പ്രവാസി ഭാരതി മുഖപ്രസംഗം. പൊയ്മുഖങ്ങൾക്കു നേരെ ഒരു പോർമുഖം. മഗധ പൗരാണിക ഭാരതത്തിലെ 16 മഹാജനപദങ്ങളിലൊന്ന്. ഗുപ്ത സാമ്രാജ്യത്തിന്റെയും മൗര്യ സാമ്രാജ്യത്തിന്റെയും ഉത്ഭവഭൂമിക. പ്രാക്തന സംസ്കൃതിയുടെ പ്രൗഢിപേർന്ന ബുദ്ധവികാരങ്ങളുടെ മണ്ണ്. വികാരത്തിന് കാലമൊരുക്കിയ ഒരു തൽഭവം ബിഹാര, അതെ ബീഹാർ. നളന്ദയുടെ ഔന്നത്യം പേറുന്ന, ബോധ്ഗയുടെ ചൈതന്യം പരക്കുന്ന, മഹാനായ അശോകൻ ഏകസിംഹ മകുടസ്തംഭം സ്ഥാപിച്ച വൈശാലി നഗരിയാൽ വിശ്വകീർത്തി നേടിയ ബീഹാർ. 2 സഹസ്രാബ്ദത്തിനപ്പുറമുള്ള ചരിത്രമുറങ്ങുന്ന മഗധയുടെ മണ്ണിന് അന്നും ഇന്നും ഭരണസ്ഥിരാകേന്ദ്രം ഒന്ന്, പാടലീപുത്രം എന്ന പട്ന. ബിംബിസാരൻ വൻകോട്ട പടുതുയർത്തിയ പാടലീപുത്രത്തിലെ ജനതയെ സാക്ഷിയാക്കി അജാതശത്രുവിന്റെയും ചന്ദ്രഗുപ്ത മൗര്യന്റെയും രഥചക്രങ്ങളുരുണ്ട രാജവീഥിയിലൂടെ ബീഹാർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയായ രാജ്ബൻസി നഗറിലെ വിധാൻസഭ ലക്ഷ്യമാക്കി 1969 ഫെബ്രുവരി 26 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ഒരു ചെറുപ്പക്കാരൻ ചുവടുവെച്ചു വന്നു. 5ാം ബീഹാർ നിയമസഭയിൽ അലൗലി മണ്ഡലത്തിന്റെ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യാൻ. കൂടെ സത്യപ്രതിജ്ഞ ചെയ്യാനെത്തിയ മറ്റ് സാമാജികർക്കില്ലാത്തൊരു പ്രത്യേകത അയാൾക്കുണ്ടായിരുന്നു. സാമാജികനാകാൻ പ്രായം തികഞ്ഞിട്ടില്ല എന്നത് തന്നെ. ഇന്ത്യയിൽ നിയമസഭയിലോ പാർലമെന്റിലോ അംഗമാകാൻ 25 വയസ്സ് വേണമെന്നിരിക്കെ ബീഹാർ വിധാൻസഭയിലേക്ക് വെറും 23ാം വയസ്സിൽ യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് പാർട്ടി ടിക്കറ്റിൽ ജയിച്ചു കയറിയ ആ യുവ നേതാവ് സത്യവാചകത്തിനൊപ്പം തന്റെ പേരുച്ചരിച്ചു: രാംവിലാസ് പസ്വാൻ. എന്തുകൊണ്ടോ ഈ ജനവിധി ആരും ചോദ്യം ചെയ്തില്ല. പിന്നീടിങ്ങോട്ട് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത മറ്റ് റെക്കോർഡുകളും പട്ന സർവകലാശാലയിലെ ഈ പൂർവ്വ വിദ്യാർത്ഥി സ്വന്തം പേരിലാക്കി. 1977 മുതൽ തട്ടകം ദേശീയ രാഷ്ട്രീയമാക്കിയ പസ്വാൻ അക്കൊല്ലത്തെ തെരഞ്ഞെടുപ്പിൽ ഹാജിപ്പൂർ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് വിജയിച്ചത് പോൾ ചെയ്ത വോട്ടിന്റെ 89.34% നേടിക്കൊണ്ടാണ്. അന്നു മുതൽ പസ്വാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിറസാന്നിധ്യമായി മാറി. 1989 5 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം നേടി റെക്കോർഡിട്ട അദ്ദേഹം 6 പ്രധാനമന്ത്രിമാരുടെ കീഴിൽ കേന്ദ്രമന്ത്രിസ്ഥാനം അലങ്കരിച്ചു. കഴിഞ്ഞ 24 വർഷങ്ങൾക്കിടയിൽ ഒരേ ഒരു കേന്ദ്രമന്ത്രിസഭയിൽ മാത്രമാണ് പസ്വാൻ അംഗമല്ലാതിരുന്നത്. 2009 മുതൽ 2014 വരെ രാജ്യം ഭരിച്ച 2ാം UPA സർക്കാരിന്റെ കാലത്ത്. VP സിംഗ് പ്രധാനമന്ത്രി പദത്തിലിരിക്കെയാണ് പസ്വാൻ ആദ്യമായി കേന്ദ്രമന്ത്രിയാവുന്നത്. അന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ പിന്നാക്ക വിഭാഗത്തിന്റെ ക്ഷേമം ലക്ഷ്യമാക്കി മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ സർക്കാർ അംഗീകാരത്തിനായി അദ്ദേഹം നിർണായക ഇടപെടൽ നടത്തി. ദേവഗൌഡ, ഗുജറാത്ത് മന്ത്രിസഭകളിൽ റെയിൽവേ വകുപ്പ് കൈകാര്യം ചെയ്ത പസ്വാൻ പിന്നാക്ക വിഭാഗങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. ആദ്യ വാജ്പേയി സർക്കാരിൽ വാർത്താവിനിമയ പരിഷ്കരണ നടപടികൾക്ക് ചുക്കാൻ പിടിച്ച അദ്ദേഹം ഏത് മുന്നണിയിലായാലും സോഷ്യലിസ്റ്റ് മതേതര മൂല്യങ്ങളിൽ ഉറച്ചുനിന്നാണ് പ്രവർത്തിച്ചത്. ഗുജറാത്ത് വംശഹത്യയിൽ പ്രതിഷേധിച്ച് 2002 ഏപ്രിൽ 29 വാജ്പേയി മന്ത്രിസഭയിൽ നിന്ന് പസ്വാൻ രാജിവെച്ചത് അതിന് തെളിവാണ്. രാംവിലാസ് പസ്വാൻ ജൈസ ആദ്മി ഐസാ മൗസം വൈജ്ഞാനിക് ദുനിയാമേ നഹീമില. സോഷ്യലിസ്റ്റ് സരണിയിലെ പഴയ സുഹൃത്ത് ലാലു പ്രസാദ് യാദവ് ഒരിക്കൽ പസ്വാനെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: ഇതുപോലെ കാലാവസ്ഥാ പണ്ഡിതനായ ഒരാളെ ഞാൻ ഈ ലോകത്ത് വേറെ കണ്ടിട്ടില്ല എന്ന്. സത്യമാണത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വെതർമാൻ എന്ന രാഷ്ട്രീയ നിരീക്ഷകർ പസ്വാനെ വിശേഷിപ്പിച്ചത് വെറുതെയല്ല. രാഷ്ട്രീയം അവസരങ്ങളുടെ കലയാണെങ്കിൽ അതിനെ ഏറ്റവും ഭാവനാസമ്പന്നമായി ഉപയോഗപ്പെടുത്തിയ കലാകാരനാണ് പസ്വാൻ. അധികാരമെന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരു അനിവാര്യതയാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അതിന്റെ കാരണം തേടുമ്പോഴാണ് ബിംബിസാരന്റെയും അജാതശത്രുവിന്റെയും അശോകന്റെയും സാമ്രാജ്യത്വ മഗധയോട് കിടപിടിക്കുവാൻ പോലും ജാതി രാഷ്ട്രീയം കൊടികുത്തി വാഴുന്ന നിതീഷിന്റെയും ലാലുവിന്റെയും പസ്വാന്റെയും ജനാധിപത്യ ബീഹാറിന് കഴിയുന്നില്ലെന്ന് നാം തിരിച്ചറിയുന്നത്. ഭൂമിഹാറുകൾക്കും ബ്രാഹ്മണർക്കും വോട്ട് ചെയ്യാൻ ബീഹാർ രാഷ്ട്രീയത്തിൽ BJP ഉണ്ട്. യാദവർക്ക് വേണ്ടി സംസാരിക്കാൻ RJDയും കുർമികളടക്കമുള്ളവരുടെ പിന്തുണ JDU ഉറപ്പിച്ചപ്പോൾ ന്യൂനപക്ഷ ഭൂരിപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് വിഹിതം കോൺഗ്രസിനും ലഭിച്ചു. ബീഹാറിലെ ജാതിശ്രേണിയിൽ പസ്വാൻ എന്നത് അസ്പൃശ്യതയുടെ പര്യായമായിരുന്നു. രാംവിലാസ് എന്നൊരു വിലാസം ആ ജാതി പേരിന് മുന്നിൽ കാലം ചാർത്തി നൽകുന്നതുവരെ. പഠനത്തിൽ അതിസമർത്ഥനായ പസ്വാന് ബീഹാർ പോലീസിൽ DSP ആയി നിയമനം ലഭിച്ചതാണ്. തന്റെ ജീവിതം സുരക്ഷിതമാക്കാൻ അത് മതിയായിരുന്നു. പക്ഷേ അധികാരത്തിൽ നിന്ന് തീണ്ടാപ്പാടകലെ നിൽക്കുന്ന ദളിത് സമൂഹത്തിനായി അദ്ദേഹം കാക്കി ഉപേക്ഷിച്ച് തൂവള്ള പൈജാമയണിഞ്ഞു. ബീഹാറിലെ ജാതി രാഷ്ട്രീയത്തിൽ ദളിതനായ ഒരാൾ നേരിടേണ്ട വൈതരണികൾ അസാമാന്യ ഇച്ഛാശക്തിയോടെ പസ്വാൻ തരണം ചെയ്തു. 2000 നവംബർ 28
പസ്വാൻ ലോക് ജനശക്തി പാർട്ടി എന്ന സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനം യാഥാർത്ഥ്യമാക്കിയപ്പോൾ അത് ബീഹാറിലെ ദളിത് സമൂഹത്തിന്റെ രാഷ്ട്രീയ അടിത്തറകളിൽ ഒന്നായി മാറി. അധസ്ഥിതരുടെയും പിന്നാക്കക്കാരുടെയും അവകാശ സംരക്ഷണത്തിന് അദ്ദേഹം പ്രക്ഷോഭത്തിന്റെയോ പ്രതിഷേധത്തിന്റെയോ വഴി തെരഞ്ഞെടുത്തില്ല. പകരം ഏറ്റവും ഫലപ്രദവും പ്രായോഗികവുമായ അധികാരത്തിന്റെ പാത തെരഞ്ഞെടുത്തു. അഴിമതിയുടെ കറപുരളാതെ ജനങ്ങളെ സേവിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. രാംവിലാസ് പസ്വാന്റെ വിയോഗത്തിലൂടെ രാജ്യത്തിന് നഷ്ടമാവുന്നത് ജനമനസ്സറിയുന്ന ഒരു നേതാവിനെയാണ്. അശോക ചക്രവർത്തിയുടെ ശിലാശാസനത്തിൽ ധർമ്മമാർഗത്തിലൂടെ ജനങ്ങളെ ജയിക്കുന്നതാണ് ഉചിതമെന്ന് പറയുന്നുണ്ട്. എന്നാൽ പസ്വാന്റെ ജീവിത സന്ദേശം ഇതാണ്: ധർമ്മത്തിൽ അധിഷ്ഠിതമായ കർമ്മമാർഗത്തിലൂടെ ജനാധിപത്യത്തിൽ ജയിക്കുക, ജനങ്ങളെ സേവിക്കുക. പ്രവാസി ഭാരതി മുഖപ്രസംഗം. പൊയ്മുഖങ്ങൾക്ക് നേരെ ഒരു പോർമുഖം. വിവരണം കെ ചന്ദ്രസേനൻ. തയ്യാറാക്കിയത് പ്രവാസി ഭാരതി എഡിറ്റോറിയൽ ബോർഡ്. പ്രവാസി ഭാരതി മുഖപ്രസംഗം ഞായറാഴ്ചകളിൽ രാവിലെ 8:55-നും പുനഃപ്രക്ഷേപണം വൈകിട്ട് 6:55-നും.